ഹായ് ഓൾ, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂൺ 10 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെക്കുന്നു. അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാനും പിള്ളേരും ഒക്കെ നമ്മൾ കാർഡൊക്കെ കൊടുത്ത് വിഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് വന്ന സാധനങ്ങളൊക്കെ കേട്ടോ, നമ്മൾ പേര് എഴുതിയിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനർ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് കിട്ടി, അത് നമ്മൾ വെക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കേക്കായിട്ട് ഇപ്രാവശ്യം ഫുട്ബോളിൻ്റെ ഒരു കേക്ക് കിട്ടി. അപ്പോൾ ഫുട്ബോളൊക്കെ നടക്കുകയാണല്ലോ, അതുകൊണ്ടല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാൻ പോയ കടയിൽ നമുക്ക് ഈ ഒരു മോഡൽ കേക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെടുത്തു. പിന്നെ നമ്മളൊരു ക്യാൻഡിൽ വെച്ചു. വേറെ പിന്നെ ഫുഡ് ഐറ്റമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ലസാനിയ പോലത്തെ ഒരു പാസ്ത ഉണ്ടായിരുന്നു, അത് പിള്ളേർക്കെല്ലാം വേണ്ടി. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും, നമ്മുടെ എല്ലും കപ്പയില്ലേ, കോട്ടയംകാരുടെയൊക്കെ നമ്മുടെയൊക്കെ മെയിൻ കോഴ്സായിട്ടുള്ള എല്ലും കപ്പ, അതും സലാസും ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ഫ്ലവർ ചെടി മേടിച്ചായിരുന്നു, ചെടി മേടിച്ച് കൊടുക്കുകയുണ്ടായി. ചെടി നമുക്ക് എന്തോരം കിട്ടിയാലും ഇഷ്ടമുള്ളത് കൊണ്ട് അത് മേടിച്ച് കൊടുത്തു. പിന്നെ ഔട്ട്ഫിറ്റ് ഡെക്കറേഷൻസ് ഇങ്ങനെയായിരുന്നു നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ ഈ ടേബിൾ അറേഞ്ച്മെൻറ്റൊക്കെ. ഇത് നിങ്ങൾക്കും ഓരോ ഐഡിയ ഒക്കെ തരുന്നതായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ വേറെ രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതേ ഫുഡൊക്കെ അതിന് ശേഷം കേക്കെല്ലാം മുറിച്ചിലാക്കാൻ കൊടുത്തതിന് ശേഷം ഫുഡ് എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്തതിന് കാരണം അത് നമുക്ക് ഫേസ് ഒന്നും കാണിക്കാൻ ഇഷ്ടമില്ലല്ലോ, അപ്പം അതുകൊണ്ട് അത് കാണിക്കില്ല. പിന്നെ ഞങ്ങൾ കൊടുത്തൊരു ക്രീം കൊടുത്തായിരുന്നു. പിന്നെ പുള്ളിയുടെ തന്നെ പേരെഴുതിയ ഒരു പെന്നും ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ നമ്മുടെ പ്ലാന്റ് കേട്ടോ, ഈ ഒരു ചെടി ഇനി അത് ഉണ്ടായി വരുമ്പോഴൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ വീടിനുള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്കത് വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി ഔട്ട് സൈഡിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ ഒരു അടിപൊളി ഒരു വാച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ഈ വാച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കളറിലുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ള വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.